ദുൽഖറിന്റെ പടം വരുന്നുണ്ട് ഗൈസ്, ഐ ആം ഗെയിം. ഐഷോ, ഈ ഏത് ഫിലിം കാണാനാണ് വെയിറ്റ് ചെയ്യുന്നത്? അതായത് കുറെ ഫിലിം നല്ല അടിപൊളി ഫിലിമുകൾ വരാണ്ട് അപ്പോൾ ഏതിന് വേണ്ടിയിട്ടാണ് കാണണം എന്ന് ആഗ്രഹിക്കുന്നത്? മോഹൻലാൽ മമ്മൂട്ടി ഒരുമിച്ച് വേറെ ഫിലിം ഇപ്പൊ ഇറങ്ങിയ ഫിലിം കാണാൻ പോയത് ഞാൻ സംഭവത്തിൽ എന്താന്ന് വെച്ചാല് വായ 1 ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അതിന്റെ ഒരു അതായത് യൂട്യൂബിൽ ഫിലിമിന്റെ റിവ്യൂ കാര്യങ്ങൾ, തിയേറ്റർ റെസ്പോൺസ് ഇതൊന്നും നോക്കിയിട്ട് നമ്മൾ ഫിലിം കാണാൻ പോകാതിരിക്കും. അത് സത്യമായിട്ടുള്ള കാര്യം. എനിക്കറിയാം, നമ്മൾ പോയ അനുഭവം പത്തിന്റെ പേരൊന്നും പറയാം കേട്ടോ. അപ്പോൾ ഗൈസ് പ്രത്യേക ആദ്യം തന്നെ തരാനുള്ള ഉപദേശമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് നല്ല ഫിലിമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ പോയി കാണാം. അല്ലാതെ നിങ്ങൾ ഒരു റിവ്യൂ കണ്ടിട്ടോ അല്ലെങ്കിൽ തിയേറ്റർ റെസ്പോൺസ് കണ്ടിട്ടോ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഫിലിം കാണാൻ പറ്റും. ജെൻസിന്റെ ടേസ്റ്റ് ആവില്ല. എക്സാമ്പിൾ കൂടുതലും പെൺകുട്ടികളെ കളിക്കുകയാണെങ്കിൽ അത് ഓൾഡ് ജനറേഷൻ, അതായത് ഇന്നേക്കാൾ കുറച്ചും താഴെ ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് കൂടുതലും ഈ ഫാമിലി ടൈപ്പ് മൂവീസില്ലേ, കുറെ കരയാനും ഇമോഷൻസും ഇതൊക്കെ ഉള്ള മൂവീസ് ചെയ്താലും ഒരു ഇഷ്ടം. ഡ്രൈവിംഗ് ലൈസൻസിന് പോയിട്ട് കരഞ്ഞ ആളുണ്ട് ഈ കരഞ്ഞത്. ഡ്രൈവിംഗ് ലൈസൻസിൽ ആ സുരാജിന്റെ ഇമോഷൻസിന്റെ ഈ കരഞ്ഞിട്ടുണ്ട്. അന്നൊക്കെ ഫസ്റ്റ് ഞാൻ ഫിലിം കാണാൻ തുടക്കമൊന്നുമല്ല, അതിന് കുറച്ച് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേ. ആദ്യം കണ്ട ഫിലിം ഡ്രൈവിംഗ് ലൈസൻസാ. ഞാൻ ആദ്യം കണ്ട ഫിലിം ഡ്രൈവിംഗ് ലൈസൻസാ. കാര്യം അപ്പൊ ഒരു മൂവിന്റെ ഇത് അറിയില്ലല്ലോ. കാണുന്നതല്ല, തിയേറ്ററിൽ പോയാണ്. എന്റെ കൂടെ ആദ്യമായിട്ട് തിയേറ്ററിൽ പോകാൻ കണ്ട പടം അതിന്റെ ശേഷം പടം. അതിന്റെ ശേഷം ഞാൻ മറ്റേ പടം കണ്ടേ, വേറെ പടല്ലേ, കുട്ടികളെ പടം. ആകാശദൂത്. ആകാശദൂത് പപ്പുവിന്റെ മറ്റേ പപ്പയുടെ സ്വന്തം അപ്പൂസ്. പപ്പയുടെ സ്വന്തം അപ്പൂസ് ഈ കാണേണ്ട ഫിലിമാണ്. പിന്നെ ഞാൻ പറയാതെ തന്നെ ഈ ഫിലിമിന്റെ ഒന്ന് അയച്ചു തരുമോ? ഞാൻ നമ്മൾ വീട്ടിൽ പറ്റി പറയണ്ട, വരാനിരിക്കുന്ന വമ്പൻ സിനിമകളായിരിക്കാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ പലരും പല ഫിലിമിനും വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നല്ല അടിപൊളി. അപ്പൊ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ. വീഡിയോ എടുത്ത് കഴിഞ്ഞാണ് ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ നമ്മളെ അമ്പിക്കുട്ടിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് കാണാനല്ലേ ഇപ്പൊ കാണാല്ലേ? ഏത് ഫിലിമാണ് കാണണ്ടേ പറഞ്ഞോട്ടാ? പപ്പൂസിന്റെ പാട്ട്. അപ്പൊ ഗേസ് നമ്മൾ വീഡിയോ എടുത്തിട്ട് അമ്പിക്കുട്ടിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസ് കാണിച്ചു കൊടുക്കും അല്ലേ? ഏത് പാട്ടല്ലേ? ഓക്കെ. അപ്പൊ ഗേസ് മലയാളത്തിൽ വരാനിരിക്കുന്ന വമ്പൻ സിനിമകളിൽ അത് വരുന്നുണ്ട്. അറിഞ്ഞിട്ടില്ല? മോഹൻലാലിന്റെ പേജിൽ അനൗൺസ് ചെയ്ത ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടില്ല? ഇൻസ്റ്റാഗ്രാമിൽ മുഖര പുതിയ വന്നേനെ. പിന്നെ ആന്റണി ട്രെയിലറൊന്നും വന്നിട്ടില്ല, ഒരു ഇത് ചെയ്തത് അവരുണ്ടത്. പിന്നെ ആന്റണി പെരുമ്പാവിന്റെ പേജിൽ വന്നേനെ, ഓരോ യൂട്യൂബ് ചാനലിൽ വന്നേനെ, എന്തോന്ന് ഒരു പബ്ലിക് ആക്കിയത്. അപ്പൊ ഗൈസ് ഞാൻ കട്ട വെയിറ്റ് ചെയ്യുന്ന ഒരു ഫിലിമാണ് പാട്രിയോട്ട്. അപ്പൊ ഞാൻ ആദ്യം പാട്രിയോട്ട് എല്ലാവർക്കും അറിയില്ല. പിന്നെ ഏതായാലും പോട്ടെ. അപ്പൊ പാട്രിയോട്ട് ഞാൻ കട്ട വെയിറ്റ് ചെയ്യുന്നത്. അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. അടിപൊളി ഫിലിമാണ്, നമുക്ക് പോയി കാണണം എന്നാണ്. ഓക്കെ. പിന്നെ അടുത്തതായിട്ട് ദൃശ്യം 3. അടുത്തതായിട്ട് വെയിറ്റ് ചെയ്യുന്നവർ പറയാൻ ദൃശ്യം 3. ഓക്കെ. അപ്പൊ ഓഗസ്റ്റ് 8 അല്ല, എന്നാണ് നമ്മൾ ധ്യാനത്തിന് പോയത്? ഓഗസ്റ്റ് 12. ആയിഷുവിന്റെ ബർത്ത്ഡേ ഓഗസ്റ്റ് 8. അപ്പൊ ഓർമ്മ പറഞ്ഞതാണ്. ഞാൻ അടുത്തത് കാട്ടാളൻ. അപ്പൊ അടുത്ത കാട്ടാളന് പിന്നെ വെയിറ്റ് ചെയ്യണ ഗൈസ് കാട്ടാളനാണ്. കാട്ടാളൻ കിടക്കാച്ചി പടാനൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഗൈസ്. അടിപൊളി പടാണ്. അതിന് പോസ്റ്ററും കാര്യങ്ങളൊക്കെ കാണുമ്പോ കിടക്കാച്ചി പടാണ്. പിന്നെ അടുത്തത് അടിക്കും. മൂപ്പരാണ് ഐ ആം ഗെയിം പറഞ്ഞ പടം. ദുൽഖറിന്റെ പടം വരുന്നുണ്ട് ഗൈസ്, ഐ ആം ഗെയിം. കിടക്കാച്ചി പടം തന്നെ ആയിരിക്കും. അതായത് RDXന്റെ സംവിധായകനാണ് പോലെ ഐ ആം ഗെയിമും സംവിധാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി പടം. RDX ഒക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ അതിനേക്കാൾ അടിപൊളി ഇങ്ങനെ RDX. അപ്പോ അതെ. പിന്നെ ഇതിൽ വരുന്നത് DQ ആണ്. അപ്പം അതിനനുസരിച്ച് പിന്നെ ഇത് ഗെറ്റപ്പ് കാര്യങ്ങൾ മൂപ്പരൊരു ലുക്ക്, ആ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകളുടെ ലുക്കൊക്കെ നോക്കിയാ ഒരു എന്താ പറയാ, ഒരു ഇംഗ്ലീഷ് ടച്ച് വാങ്ങി അല്ലേ? ഐ ആം ഗെയിം കിടക്കാച്ചി പടം തന്നെ കേട്ടോ. ഓക്കെ. സംഭവത്തിൽ എല്ലാ പടത്തിലും പോയി കാണേണ്ടി വരും. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ പടങ്ങളൊക്കെ ഒരുമിച്ച് വന്നപ്പോ എന്താ ചെയ്യാ? 2025 തന്നെ വരാൻ മതിയോ? ഇത് അടുത്ത് വരാനുള്ള പടങ്ങളാണ്. ടിക്കറ്റ് ആക്കാം.
അടിപൊളി പടമാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ പല ആളുകളും പറയുന്നുണ്ട്. പല ആളുകളും മെയിൻ നമ്മൾ അതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അടിച്ചു നോക്കുമ്പോൾ ഒരുപാട് ആളുകൾ ആ പടത്തിന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആണല്ലേ? ഐ നോബഡി ആണോ? പൃഥ്വിരാജ് സുകുമാരൻ പിന്നെ അടിച്ചു വെച്ചില്ലേ ജി? നിസാം ബഷീർ. അപ്പൊ പൃഥ്വിരാജിന്റെ പടമാണ് ഐ നോബഡി എന്ന് പറഞ്ഞല്ലേ? സംഭവം ഞാൻ അറിയിട്ടില്ല കേട്ടോ. ഞാൻ അപ്പൊ എടുത്തു വെച്ച പടമാണ് ഐ നോബഡി എന്നൊരു പടം തന്നെ വരുന്നുണ്ട് ഞാൻ അറിഞ്ഞത്. പക്ഷെ പൃഥ്വിരാജിന്റെ വേറെ കിടക്കാച്ച പടം വരുന്നുണ്ട്, ഖലീഫ. അത് ഞാൻ കാണുന്നു വിചാരിച്ച പടം കുറെ കാലടാ, കുറെ ആയി ആ പടം. അത് ഇതിന് പറഞ്ഞാൽ കുറെ ആയി. അതിൽ ഇൻട്രൻസിന്റെ ഒരു ഇതുണ്ട്. ഇപ്പഴേ ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടതാണ്. ഇൻട്രൻസിന്റെ ഒരു ഡയലോഗ് ഇൻട്രൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് വരുന്നു. പിന്നെ അതിരടി ടോവിനോന്റെ എല്ലാവരും വരുന്നുണ്ട്. ടോവിനോന്റെ അതിരടിയിൽ വിനീത് ശ്രീനിവാസ് ഉണ്ട്, മറ്റേ പണ്ട് ചിരിക്കുടുക്കും. മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞിട്ട് നെസ്ലിന്റെ ഒരു പടം വരുന്നുണ്ട്. പിന്നെ ബാത്ലഹേം കുടുംബ യൂണിറ്റ് ഇമ്പോളിന്റെ അത് നല്ല പടമായിരിക്കണം. അപ്പോ ഗൈസ് ഇത്രയും പടങ്ങളാണ് പമ്പൻ സിനിമകളായിട്ട് വരുന്ന പടങ്ങൾ മാത്രമാണ് ഞങ്ങൾക്കോട് പറഞ്ഞത്. അപ്പോ ഇത്രയും പടങ്ങൾ നിങ്ങൾക്ക് കഴിഞ്ഞ നിൽക്കണം. അപ്പൊ നിങ്ങൾ ഏത് പടത്തിനും വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്? എന്റെ മനസ്സിൽ കാര്യമായിട്ട് പോയി കാണാന്നുള്ളത് ഒന്ന് ദൃശ്യം 3യും ഒന്ന് മറ്റേ പാട്രിയോട്ടും. മറ്റൊന്നും ഞാൻ ഓവർ ഇതാക്കണില്ല. പിന്നെ മറ്റേ RDXന്റെ സംവിധാനം എന്ന് പറഞ്ഞപ്പോ ആ ദുൽഖറിന്റെ കാണണം എന്നുണ്ട്. അപ്പൊ ഗൈസ് നിങ്ങളൊക്കെ ഏത് പടത്തിനും വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ? അതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. അടുത്ത മാസം 1-ാം തീയതി അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? സത്യസന്ധമായിട്ട് എങ്ങനെയുണ്ട് ഞങ്ങളെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ ടേസ്റ്റ് വിലയിരുത്തിയാണ്ട് ആരും അഭിപ്രായം അപ്പൊ ഗൈസ് വരാനിരിക്കുന്ന വമ്പൻ സിനിമകൾ എന്ന ഒരു വീഡിയോ നമ്മളോട് അവസാനിപ്പിക്കുകയാണ്. വമ്പൻ സിനിമകൾ മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് സിനിമകൾ വരുന്നുണ്ടാവാം. അപ്പോൾ അധികം ആളുകളും വെയിറ്റ് ചെയ്യുന്ന നല്ല അടിപൊളി സിനിമ വമ്പൻ സിനിമകൾ. ഓക്കെ, നമ്മൾ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് അല്ലേ? ഓക്കെ ഗൈസ്, ബൈ.